സംസ്ഥാന നിയമസഭ പാസാക്കിയ നിയമങ്ങളെയും ഹൈക്കോടതി ഉത്തരവുകളെയും വെല്ലുവിളിച്ച് ചാൻസലർ ആരിഫ് മുഹമ്മദ് ഖാൻ സാങ്കേതിക ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി വിസിമാരെ തന്നിഷ്ടപ്രകാരം തീരുമാനിച്ച നടപടിക്ക് പിന്തുണ നൽകി സതീശനും സംഘവും. മൗനം സമ്മതമെന്ന നയത്തിലാണ് ഇക്കൂട്ടർ. കോടതിയെ മറികടന്ന് നടത്തിയ നിയമനത്തെക്കുറിച്ച് ഒരക്ഷരം പോലും ഈ സംഘം മിണ്ടിയിട്ടില്ല. സംസ്ഥാന സർക്കാർ നൽകിയ ലിസ്റ്റിൽ നിന്ന് മാത്രമേ സാങ്കേതിക സർവകലാശാലയിൽ വൈസ് ചാൻസലറെ നിയമിക്കാൻ പാടുള്ളൂ എന്ന ഹൈക്കോടതി വിധി വന്ന് മണിക്കൂറുകൾ മാത്രം പിന്നിടുന്ന സമയത്താണ് സാങ്കേതിക സർവകലാശാല വിസിയെയും ഡിജിറ്റൽ സർവകലാശാല വിസിയെയും നിയമിച്ചത്. കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ കാവ്യവൽക്കരിക്കാനാണ് ഹൈക്കോടതിയെപ്പോലും വെല്ലുവിളിച്ചുള്ള നീക്കം ചാൻസലർ നടത്തുന്നത്. എന്നാൽ കേരളത്തിലെ UDF നേതൃത്വവും അവരുടെ വിദ്യാർത്ഥി സംഘടനകളും ആരിഫ് മുഹമ്മദ് ഖാൻ നടത്തുന്ന കാവ്യവൽക്കരണത്തെ പിന്തുണച്ച് മിണ്ടാതിരിക്കുകയാണ്. സർവകലാശാലകളുടെ ചട്ടങ്ങൾ കാറ്റിൽ പറത്തി തന്നിഷ്ടപ്രകാരം വൈസ് ചാൻസലർമാരെ നിയമിക്കുന്ന രീതി കണ്ട ഭാവം നടിക്കാതെ മാധ്യമങ്ങൾ ഇതിന് പിന്തുണ നൽകുകയാണ്. നിയമനങ്ങൾ സർവകലാശാലയുടെ നിയമത്തിനുള്ളിൽ നിന്നുകൊണ്ടാകണമെന്ന വിധിയിൽ വ്യക്തത വരുത്തണമെന്നാവശ്യപ്പെട്ട് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നൽകിയ ഹർജി കഴിഞ്ഞ ദിവസമാണ് ഡിവിഷൻ ബെഞ്ച് കൊട്ടയിലിട്ടത്. എന്നാൽ അതിൻ്റെ കാര്യത്തിനും കോൺഗ്രസ് നേതാക്കൾക്ക് മിണ്ടാട്ടം മുട്ടി നിൽക്കുകയാണ്. അതേസമയം സർക്കാരിനെതിരായ വിധികൾ വരുമ്പോൾ തുള്ളിച്ചാടി സർക്കാരിന് തിരിച്ചടിയെന്ന് ആഘോഷിക്കും. 11 വൈസ് ചാൻസലർമാരെ പുറത്താക്കിക്കൊണ്ടുള്ള ഉത്തരവ്, കേരള സർവകലാശാല സെനറ്റ് അംഗങ്ങളെ പുറത്താക്കിയ നടപടി, സാങ്കേതിക സർവകലാശാല സിൻഡിക്കേറ്റിൻ്റെയും ബോർഡ് ഓഫ് ഗവർണേഴ്സിൻ്റെയും തീരുമാനം സസ്പെൻഡ് ചെയ്ത തീരുമാനം, സാങ്കേതിക സർവകലാശാല ഇടക്കാല വിസിയായി ഡോക്ടർ സിസ തോമസിനെ നിയമിച്ചത്, കേരള സെനറ്റിലേക്ക് ABVP പ്രവർത്തകരെ കുത്തിനിറച്ചത്, കേരള സെർച്ച് കമ്മിറ്റിയിലേക്ക് സെനറ്റ് പ്രതിനിധിയെ 1 മാസത്തിനകം നൽകണമെന്ന നിർദ്ദേശം തുടങ്ങി കോടതികൾ ചോദ്യം ചെയ്ത ആരിഫ് മുഹമ്മദ് ഖാൻ്റെ നിയമലംഘനങ്ങൾ ഏറെയാണ്. വർഗീയ അജണ്ടയുടെ ഭാഗമായ ഇത്തരം നീക്കങ്ങളെയും സതീശൻ സുധാകരൻ കോൺഗ്രസ് പിന്തുണച്ചത് നാം കണ്ടതാണ്. കേന്ദ്ര സർക്കാരിൻ്റെ കാവ്യവൽക്കരണ അജണ്ടകൾക്ക് ബലം പകരൽ മാത്രമാണ് കേരളത്തിലെ കോൺഗ്രസിൻ്റെ നടപടികൾ സഹായിക്കുക. ഉന്നത വിദ്യാഭ്യാസ മേഖലയെ മുച്ചൂടും രാഷ്ട്രീയവൽക്കരിക്കുന്ന ഈ നടപടികൾ നാം നേടിയ നേട്ടങ്ങളെ ആകെ പിറകോട്ടടിക്കുന്നതാണ്. ചാൻസലറുടെ സ്വേച്ഛാധിപത്യപരവും ചട്ടങ്ങൾ കാറ്റിൽ പറത്തിയുള്ളതുമായ നടപടികൾ പിന്തുണയ്ക്കുന്ന കോൺഗ്രസ് തകർക്കുന്നത് കേരളത്തിൻ്റെ യുവതയുടെ കുതിപ്പാണ്. ഈ രാഷ്ട്രീയ കപടത തുറന്നു കാണിക്കണം. പക്ഷെ കേരളത്തിലെ മാപ്രകൾ അത് ചെയ്യില്ല. അതിനാൽ അത് ഏറ്റെടുക്കേണ്ട ചുമതല പൊതുസമൂഹത്തിനുണ്ട്.